രാവിലെ എന്നെ മലപ്പുറത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ വിളിച്ചു. എന്നിട്ട് എനിക്കൊരു കാർഡ് അയച്ചു തന്നു. ഞാൻ ആ കാർഡ് പ്രേക്ഷകരെ കാണിക്കാം. മുക്കാൽ മീഡിയ വണ്ണിൻ്റെ വാർത്താ കാർഡാണ്. അതിൽ പറയുന്നു, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മതസ്പർദ്ധ വളർത്തുന്ന കമൻറ്റ് യുവാവിനെതിരെ UAPA. ഇത് അയച്ചു തന്നിട്ട് നമ്മുടെ പ്രേക്ഷകൻ പറഞ്ഞു, നോക്കൂ, മതസ്പർദ്ധ വളർത്തുന്നു. ശരിക്കും അയാൾ രാജ്യത്തിനെതിരെ, നമ്മുടെ സൈന്യത്തിനെതിരെ, ഇന്ത്യയെ ആക്രമിക്കണം എന്ന തരത്തിലല്ലേ പോസ്റ്റ് ഇട്ടത്? അതെങ്ങനെയാണ് മതസ്പർദ്ധ ആവുന്നത് എന്നാണ് ആ പ്രേക്ഷകൻ എന്നോട് ചോദിച്ചത്. ശരിയാണ്, ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കൂ. കാരണം ഇന്ത്യയെ ആക്രമിക്കുന്നു, ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കൾക്ക് വികാരം ഉണ്ടാകുന്നു എന്നാണല്ലോ ഈ പോസ്റ്റിൻ്റെ ധ്വനി. ഹിന്ദുക്കൾക്ക് സ്പർദ്ധയുണ്ടാവും, ഹിന്ദുക്കളുമായി സ്പർദ്ധയുണ്ടാവും മുസ്ലിങ്ങളോട്. അതിനർത്ഥം ഹിന്ദുക്കളാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ എന്ന് പരോക്ഷമായി ഈ മുക്കാൽ മീഡിയ സമ്മതിക്കുകയല്ലേ എന്നൊരു വാദം ഞാൻ തിരിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് കൊള്ളാമല്ലോ, അങ്ങനെയുണ്ടല്ലേ, അങ്ങനെയും ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തുകൊണ്ടാണ് ഇവിടെ ചില ആളുകൾ വ്യാപകമായി മുഹമ്മദ് സനൂഫ് എന്ന ഈ ചെറുപ്പക്കാരൻ്റെ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇടുന്നത്? പിന്നെ അംഗീകരിക്കുന്ന ചിലരുണ്ട്, അവർ പറയുന്നത് മതസ്പർദ്ധ എന്നാണ്. ഞാൻ ആ പോസ്റ്റ് നിങ്ങളെ കാണിക്കാം, വായിക്കാം. അതിൻ്റെ സന്ദർഭം കൂടി ഓർക്കണം. പഹൽഗാമിൽ മതം ചോദിച്ച് കലിമ ചൊല്ലാൻ അറിയാത്തവരെ ഹിന്ദുക്കളാണ്, കാഫിറുകളാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വെടിവെച്ചു കൊല്ലുന്നു. അങ്ങനെ കൊല്ലപ്പെട്ട ഇടപ്പള്ളി കൊച്ചിയിലെ രാമചന്ദ്രൻ്റെ മകൾ ആ അനുഭവം വിവരിച്ച് എഴുതിയ കുറിപ്പിന് താഴെ സൗദി അറേബ്യയിൽ ജോലിയുള്ള മുഹമ്മദ് സനൂഫ്, അയാൾ മലപ്പുറം കൊണ്ടോട്ടി ഐക്കരപ്പടി പൂച്ചൽ അണിയമ്പള്ളി പി അബ്ദുൽ സലീലിൻ്റെ മകനാണ്. 26 വയസ്സേ ഉള്ളൂ. അവൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് വായിക്കണം. ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫറിനെ കൊന്നു കളഞ്ഞത്? നന്നായി. ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ, കലിമ ചൊല്ലാത്തത് കൊണ്ടാണോ ഈ കാഫറിനെ എൻ്റെ സഹോദരങ്ങൾ? ആര്? ഇസ്ലാമിക ഭീകരന്മാർ, പാകിസ്ഥാനിൽ നിന്ന് വന്നവർ. അവനാണ് പാകിസ്ഥാനിൽ നിന്ന് കടന്നു കയറി വന്ന ഭീകരനാണ് ഈ കൊലപാതകം നടത്തിയത്. അവർ എൻ്റെ സഹോദരങ്ങൾ എന്നാണ് മുഹമ്മദ് സനൂഫ് വിശേഷിപ്പിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ആര്? പാകിസ്ഥാനികൾ. ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വേർപെടുത്തും. മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി, എൻ്റെ സഹോദരങ്ങൾ ആരാണ്? പാകിസ്ഥാനികൾ. ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടമായി നശിപ്പിക്കും. മുസ്ലിങ്ങളെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടമായി നശിപ്പിക്കും. ആരെ? ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, സിഖുകാരെ, ബുദ്ധമതക്കാരെ, ജൈനമതക്കാരെ, അതായത് കാഫിറുകളായിട്ടുള്ള അള്ളാഹുവിൽ വിശ്വസിക്കാത്ത എല്ലാവരെയും കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാകാനും സാധിക്കില്ല. നാരെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. നോക്കൂ, ഇത് മതവിദ്വേഷമാണോ അതോ രാജ്യവിരുദ്ധതയാണോ? ഞങ്ങൾ കാശ്മീരിനെ മോചിപ്പിക്കും. പാകിസ്ഥാൻ വേണ്ടിയാണ് പറയുന്നത്. ഇയാൾ പാകിസ്ഥാനിയാണ്. ഈ കൊണ്ടോട്ടിക്കാരൻ മുഹമ്മദ് സനൂഫ്, അവൻ സ്വയം പാകിസ്ഥാനിയാണെന്ന് വിശ്വസിച്ച്, പാകിസ്ഥാനാണ് എൻ്റെ രാജ്യം എന്ന് വിശ്വസിച്ചാണ്, ആ ബോധ്യത്തിലാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് മതവിദ്വേഷമല്ല, രാജ്യവിരുദ്ധതയാണ്. ഇതിൻ്റെ പേരിലാണ് ഇവനെതിരെ UAPA ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് UAPA ചുമത്തി. അയ്യോ പാവം കൊച്ചൻ, 26 വയസ്സേ ഉള്ളൂ. 26 വയസ്സേ ഉള്ള ഇവനെതിരെ UAPA ചുമത്തിയാൽ, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതാണല്ലോ UAPA. അത് ചുമത്തിയാൽ അവൻ്റെ ജീവിതം കട്ടപ്പുകയായിപ്പോവും. ഇവൻ്റെ ജീവിതം എന്തിനു ബാക്കി വെക്കണം? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പാകിസ്ഥാൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്നും ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ തുടങ്ങി മുസ്ലിമുകളല്ലാത്ത എല്ലാവരെയും കൂട്ടക്കൊല പാകിസ്ഥാൻ ആർമി ചെയ്യുമെന്നും അങ്ങനെ ഞങ്ങളുടെ ഭരണം വരുമെന്നും പറയുന്ന ഒരുത്തനെ സത്യത്തിൽ മണ്ണിന് മുകളിൽ വെച്ചേക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ നിയമ സംവിധാനം അതിനനുവദിക്കുന്നില്ല. അതേസമയം ഇവൻ സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ട് ഇവൻ സൗദി അറേബ്യക്കെതിരെ ഇതുപോലത്തെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇവൻ്റെ കഴുത്ത് അവർ വെട്ടും. ഇതാണ് വ്യത്യാസം. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ അസ്ഥിത ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് ഈ രാജ്യദ്രോഹികൾ അങ്ങനെ പൂണ്ട് വിളയാടും. എന്നിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നതല്ല, ഇവനെ അനുകൂലിക്കാനും ഒരുപാട് ആളുകൾ പരസ്യമായി
ഫേസ്ബുക്കിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും വരും. എന്നിട്ട് പറയുന്നു ഇവനെങ്ങനെ ചെയ്തു, RSS, BJP, RV ബാബു, ശശികല ഇവർക്കെതിരെ കേസെടുക്കാനില്ലല്ലോ. അവരാരും രാജ്യത്തെ പാകിസ്ഥാൻ കീഴടക്കണമെന്നോ ബാക്കിയുള്ളവരെ കൂട്ടക്കൊല ചെയ്ത് ഹിന്ദു ഭരണം സ്ഥാപിക്കുമെന്നോ ഒന്നും പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഇവിടുത്തെ ഏതു BJP കാരൻ, ഏത് RSS കാരൻ, ഏതു ഹിന്ദു പ്രവർത്തകരാണ് സംസാരിക്കുന്നത്? ഇവൻ സംസാരിച്ചത് രാജ്യത്തിനെതിരാണ്, ഇന്ത്യൻ സൈന്യത്തിനെതിരാണ്, പാകിസ്ഥാൻ അനുകൂലമായിട്ടാണ്. അതാണ് വ്യത്യാസം. ആ വ്യത്യാസം ഇവർക്കറിയാം. എന്നിട്ട് ഇവർ പറയുന്നു എല്ലാ വിദ്വേഷങ്ങളെയും ഒരുമിച്ച് ഒരേപോലെ കാണണം. ഇത് വിദ്വേഷമല്ല, രാജ്യവിരുദ്ധതയാണ്, രാജ്യദ്രോഹമാണ്. ഒരു മുസ്ലിം പ്രതിയായതുകൊണ്ട്, സനൂഫ് എന്നാണ് ഇവൻ്റെ പേര് എന്നതുകൊണ്ട് മുക്കാൽ മീഡിയയ്ക്ക് അത് വിദ്വേഷം എന്ന് പറഞ്ഞ് മയപ്പെടുത്താനേ പറ്റുള്ളൂ. അവൻ്റെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ 2 ദിവസമായിട്ട് ഈ വിഷയം ചർച്ചയ്ക്ക് പോലും വരുന്നില്ല. ഇന്ത്യക്കെതിരെ ജിഹാദ് നടത്തണം, പാകിസ്ഥാൻ ഇന്ത്യയെ വന്ന് ആക്രമിക്കണം എന്നു പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇട്ടവനെതിരെ അപലപിക്കാൻ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ തയ്യാറായിട്ടില്ല. അപൂർവം ചില മുസ്ലിമുകൾ വന്നിട്ട് പറയുന്നുണ്ട് വളരെ മോശമാണ്, നമുക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ രാജ്യവിരുദ്ധത പറഞ്ഞാൽ ഇവനെ പുറം ലോകം കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, UAPA ചുമത്തിയാൽ പുറം ലോകം കാണാൻ വലിയ പാടാണ്. അതായത് സെക്ഷൻ 43D(5) അനുസരിച്ച്, അതായത് കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ പരിശോധിച്ച് തെളിവില്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ജാമ്യം കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവൻ്റെ ഈ ഒറ്റ പോസ്റ്റ് മതി, അത് വായിക്കുമ്പോഴേ കോടതിക്ക് മനസ്സിലാവും തെളിവുണ്ടെന്ന്. ഇത് മാത്രമല്ല, ഇവൻ സൗദി അറേബ്യയിൽ ഇരുന്നു ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ഹാൻഡിലുകൾ പറയുന്നതെന്നറിയാം, അവനങ്ങനെ ചെയ്തിരിക്കാൻ സാധ്യതയില്ല, അവൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ഏതെങ്കിലും സംഘികൾ ചെയ്തതായിരിക്കും. എങ്ങനെയുണ്ട്? സംഘികൾ, ഇവൻ്റെ മുഹമ്മദ് സനൂഫിൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അവനെതിരെ ഒരു പണി ഉണ്ടാക്കാൻ വേണ്ടി സംഘികൾ ചെയ്തതാണ്. 1 വർഷത്തിന് മുകളിലായി ഈ സംഭവം ഉണ്ടായിട്ട്. പഹൽഗാം കൂട്ടക്കൊല കഴിഞ്ഞ ഉടനെയാണ് മുഹമ്മദ് സനൂഫ് ഈ പോസ്റ്റ് ഇട്ടത്. ഇവന് അതിനെതിരെ യുവമോർച്ച നേതാവ് അദീന ഭാരതി കേസ് കൊടുത്തു എന്നുള്ളത് പത്രങ്ങളിൽ വാർത്തയായിരുന്നു. ഇവൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനാണ് ഇവൻ, അതിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഇവൻ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവൻ ഒരിക്കലെങ്കിലും ഞാനല്ല ഇത് ചെയ്തത്, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അല്ല, ഇനി പറ്റിപ്പോയി, ക്ഷമിക്കണം, ഞാൻ ആവേശത്തിന് അല്ല 2 അടിച്ചിട്ട് പറഞ്ഞതാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു ഖേദം പോലും പ്രകടനം പോലും നടത്തിയില്ല. ഇവൻ കരുതിയത് കേരളത്തിൽ ഭരണം മാറി, സതീശൻ, ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രിയപ്പെട്ട ലീഗിൻ്റെ ഭരണമുള്ള സതീശൻ്റെ മന്ത്രിസഭ കേരളത്തിൽ വന്നു, രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല, സംഘികൾക്ക് എൻ്റെ ഒരു ഉണ്ടാക്കം ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ആണ് ഇവൻ സൗദി അറേബ്യയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. പ്രിയപ്പെട്ട മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഭീകര, നിന്നെയും നിന്നെ പോലുള്ള മറ്റ് ഇസ്ലാമിക ഭീകരന്മാരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യവിരുദ്ധതയുടെ പേരിൽ ഒരു കേസിൽ പെട്ടുപോയാൽ ഏത് പൊന്നുമോൻ നിങ്ങളുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ SDPIയുടെയോ സംസ്ഥാന പ്രസിഡന്റ് ആഭ്യന്തരമന്ത്രി ആയാൽ പോലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഓർക്കുന്നില്ലേ മദനിയുടെ കാര്യം? മദനി അറസ്റ്റിലായി, കർണാടകയിലേക്ക് കൊടുത്തു. കർണാടകയിൽ കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്നു, കേരളത്തിൽ കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്നു, CPM ഭരണം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ മദനിയുടെ കൂടെ ഇരുന്നിട്ടുണ്ട്, മദനി വരാൻ കാത്തിരുന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇടത് വലത് സർക്കാരുകൾക്ക് മദനിയെ രക്ഷിക്കാൻ പറ്റിയോ? എത്ര വർഷം കിടന്നു, എത്ര വർഷം? അപ്പം രാജ്യദ്രോഹ കേസിൽ പെട്ടുപോയാൽ ഈ പറഞ്ഞ പോലെ ഭരണം മാറിയത് കൊണ്ട് രക്ഷപ്പെടാം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. നിനക്കൊക്കെ വിവരം എന്ന് പറയുന്നത് നിൻ്റെ അയൽവക്കത്തൂടെ പോയിട്ടില്ലല്ലോ. കാരണം മഴ പെയ്യിക്കുന്ന അള്ളാഹു ആണെന്നും ഭൂമി പരന്നതാണെന്നും പഠിക്കുന്ന കിതാബ് പഠിച്ചിട്ട് സൗദി അറേബ്യയിൽ പോയിരിക്കുന്ന നിനക്ക് ഇതൊക്കെ അറിയാനുള്ള അവസരം കുറവായിരിക്കും. കാരണം കിണറിലെ തവളയെപ്പോലെ, കൂപമണ്ടൂകം പോലെയാണ് നീയൊക്കെ കരുതുന്നത്. പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്നത്, ഇത്ര വലിയ ഭീകരത, രാജ്യവിരുദ്ധത പറഞ്ഞ ഇയാളെ അപലപിക്കാൻ ഒരു മുസ്ലിം സംഘടനയും പരസ്യമായി വന്നിട്ടില്ല, രഹസ്യമായും വന്നിട്ടില്ല, രഹസ്യമായി ഒട്ടും വരത്തില്ല. മറിച്ച് അത് അങ്ങനെ ആയിരിക്കത്തില്ല, ഇവൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തതായിരിക്കാം, ഇവൻ വിദ്വേഷം നടത്തിയതായിരിക്കാം എന്നൊക്കെ പറഞ്ഞതിനെ ലഘൂകരിക്കാൻ പോവുകയാണ്. എന്നിട്ട് വളരെ വിചിത്രമായ ഒരു ഇരവാദവും, പാവം കുട്ടി 26 വയസ്സല്ലേ ഉള്ളൂ, ലോകം അവൻ അറിഞ്ഞില്ല. പക്ഷേ 26 വയസ്സിനുള്ളിൽ ഇവൻ അറിഞ്ഞു പാകിസ്ഥാൻ്റെ സഹായത്തോടെ ഇന്ത്യയെ ആക്രമിച്ച് മുസ്ലിമുകളല്ലാത്ത മുഴുവൻ പേരെ കൊല്ലണം, അങ്ങനെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം എന്നുള്ളത് ഇവനറിയാം. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല. അവൻ കുട്ടിയാണ്, അത്രേ കുട്ടി. സത്യത്തിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്, മുക്കം പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്ത് തൊടുപുഴ മുട്ടം പോലീസിന് കൈമാറി.
UAPAയും ചുമത്തി. ഇനി ജാമ്യം കിട്ടുന്നത് എളുപ്പമല്ല. മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ ഇവനെ കസ്റ്റഡിയിൽ വാങ്ങാനും ചോദ്യം ചെയ്യാനുമുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിനെതിരെയും കാശ്മീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഹൽഗാം വിഷയമാണല്ലോ. അതുകൊണ്ട് ഇവനെതിരെ കൂടുതൽ അന്വേഷണം നടത്താൻ പറ്റുന്ന വിവരങ്ങൾ ഇവൻ്റെ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഫോണിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ ഇവന് പാകിസ്ഥാനി ഹാൻഡലർമാരുമായിട്ടും കാശ്മീരിലുള്ള ചിലരുമായിട്ടും ഒക്കെ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങൾ ലഭിച്ചതുകൊണ്ടാണ് കേരള പോലീസ് UAPA ചുമത്തിയത്. അല്ലെങ്കിൽ വെറുതെ ഒരു ഈ പറഞ്ഞതുപോലെ വിദ്വേഷ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ സംസ്ഥാന പോലീസിന് ഇനി മുസ്ലിം സംഘടനകളുടെ താല്പര്യാർത്ഥം ഇവനെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ഇവൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അതീവ നിർണായകമായതുകൊണ്ടാണ് ഈ സനൂഫിനെതിരെ, മുഹമ്മദ് സനൂഫിനെതിരെ UAPA ചുമത്തിയത്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ ലഭിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ സൈന്യത്തിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് വരുന്നു എന്നാണ്. ഏതായാലും സനൂഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി ദീർഘകാലം ജയിലിൽ കഴിയാം. അതിനിടയ്ക്ക് കേന്ദ്ര ഏജൻസികൾ IB, NIA, മിലിറ്ററി ഇൻ്റലിജൻസ്, വേണമെങ്കിൽ റോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇവനെ ചോദ്യം ചെയ്യും. ഇവൻ്റെ തൊലി പൊളിച്ച് ഉള്ളിലെന്താണെന്നറിയാനുള്ള നല്ല ഒന്നാന്തരം മുറകൾ ഇവർക്കറിയാം. അവർ ഒരുപക്ഷെ പോലീസിൻ്റെ പക്കൽ നിന്ന് വാങ്ങി ഡൽഹിക്കോ തീഹാറിലേക്കോ കൊണ്ടുപോയാൽ പോലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും വിദേശത്തൊരു രാജ്യത്തിരുന്ന് ഇന്ത്യക്കെതിരെ പറഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിൽ UDFൻ്റെ ഭരണം കൂടി വന്നതുകൊണ്ട് ഞങ്ങൾ സേഫാണെന്ന് കരുതിയിരുന്ന സകല തുടാപ്പികൾക്കും ഒരു പാഠമാണ് മുഹമ്മദ് സനൂഫിൻ്റെ അറസ്റ്റും UAPA ചുമത്തലും. പക്ഷേ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കണം, എത്ര പേരാണ് ഇവൻ കുട്ടിയാണ് 26 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത്. ആരൊക്കെയാണ് അവർ? പിന്നെ ഇവനെതിരെ UAPA ചുമത്തിയത് ചതിയാണെന്ന് പറയുന്നവർ, ഇവൻ ഒരു വിദ്വേഷ പ്രസംഗമേ നടത്തിയുള്ളൂ എന്ന് പറയുന്നവർ, ഇവൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് സംഘികൾ ചെയ്തതാണ് എന്ന് പറയുന്നവർ, ഇവരൊക്കെ ഇവൻ പറയുന്നത് പോലെ ഇവിടെയുള്ള പാകിസ്ഥാൻ്റെ സ്ലീപ്പർ സെല്ലുകളാണ് എന്ന് തിരിച്ചറിയണം. അവരുടെ പേരുകൾ നോട്ട് ചെയ്യണം. ഏതായാലും കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ കമൻ്റ് ഇട്ട, ഇങ്ങനെ പോസ്റ്റ് ഇട്ട മുഴുവൻ ആളുകളെക്കുറിച്ചും അന്വേഷിക്കും എന്നാണ് എൻ്റെ ബോധ്യം. ഏതായാലും ഇന്ത്യക്കെതിരെ വിദേശ രാജ്യത്ത്, പ്രത്യേകിച്ച് അറബി രാജ്യത്ത് പോയിരുന്ന് എന്തും പറയാം എന്ന് കരുതുന്ന ഒരു മലയാളി ഹുങ്കിന് നല്ല അടി UDFൻ്റെ ഭരണകാലത്ത് കിട്ടിയിരിക്കുന്നു എന്നത് അങ്ങേയറ്റം സന്തോഷകരമാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യ ലൈവ് ചാനൽ നിങ്ങൾ കാണുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം. പക്ഷേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ഉറപ്പായിട്ടും ചെയ്യണേ.